ബിലാസ്പൂർ NIA കോടതി 2 കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയ വാർത്ത എല്ലാ വിഭാഗം ജനങ്ങളും വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും സ്വീകരിക്കുക, സ്വാഗതം ചെയ്യുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേരുകയുമാണ്. ഈ സംഭവം ഉണ്ടായ നിമിഷം മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ വളരെ അർത്ഥവത്തായ, അങ്ങേയറ്റം ഫലപ്രദമായ രീതിയിൽ ഈ കാര്യത്തിൽ ഇടപെടുകയും കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുകയും ചെയ്തത് വളരെ പ്രത്യേകം എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് എന്നുള്ള നിലയ്ക്കല്ല, ഒരു നീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കന്യാസ്ത്രീകൾക്ക്, കേരളത്തിൽ നിന്നും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയിരിക്കുന്ന കന്യാസ്ത്രീകൾക്ക് നീതി വാങ്ങി കൊടുക്കേണ്ടത് കേരള ഘടകത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കടമയാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇതിൽ മനുഷ്യത്വപരമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ടു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടു, മേലുദ്യോഗസ്ഥന്മാരെ കണ്ടു, അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ടു. അവരുമായിട്ടെല്ലാം ആശയവിനിമയം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ കാര്യത്തിൽ വളരെ ഗൗരവപൂർവ്വം ഇടപെട്ട ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഛത്തീസ്ഗഡിലെത്തി. ഇന്ന് അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം ബന്ധപ്പെട്ടവരെല്ലാവരെയും കണ്ടു. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഇത്രയധികം ഉന്നത നേതാവ് അവിടെ എത്തിയിരിക്കുന്നത്? അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, ഇവരെല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഈ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കണമെന്നുള്ളതുകൊണ്ടാണ്. ആരെയെങ്കിലും കുറ്റപ്പെടുത്തി ഏതെങ്കിലും വിധത്തിലൊരു മുതലെടുപ്പ് നടത്തി രാഷ്ട്രീയ നേട്ടം കൈവരിക്കണം എന്ന് ഉള്ള ആഗ്രഹം തെല്ലും കാണിക്കാതെ വളരെ ആത്മാർത്ഥമായി, സത്യസന്ധമായി ഈ കാര്യത്തിൽ ഇടപെട്ട് ആ സഹോദരിമാർക്ക് നീതി നേടി എടുത്തു കൊടുക്കാനാണ് വാസ്തവത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായും അക്കാര്യത്തിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഷോൺ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആൻ്റണി എന്നിവരുടെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ, നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ എത്തുമ്പോഴും ഇന്നിപ്പോൾ അവിടുത്തെ ഛത്തീസ്ഗഡിലെ BJPയുടെ ഔദ്യോഗിക പേജിൽ നിന്നൊരു ഫോട്ടോ പുറത്തു വന്നു. ആ ഫോട്ടോയിൽ കന്യാസ്ത്രീമാർ ഒരു കയറ് ഒരു കുട്ടിയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നു. ആ കയറിൽ എഴുതിയിരിക്കുന്നു മതപരിവർത്തനം, അതോടൊപ്പം മനുഷ്യക്കെടുത്ത്. കോൺഗ്രസ് നേതാക്കൾ ഈ കന്യാസ്ത്രീമാരുടെ കാലിൽ വീണ് കിടക്കുന്ന ഒരു ചിത്രം, അത്തരത്തിൽ ഒരു ചിത്രമാണ് ഇന്ന് അവിടുത്തെ സംസ്ഥാന BJP പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് സംസ്ഥാന BJPയെ ഈ വിഷയം ധരിപ്പിക്കുന്നതിൽ ഇപ്പോഴും കേരളത്തിൽ പോയ നേതാക്കൾ പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന BJPയുടെ നിലപാട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ സംസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാളാണ്, കോർ കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ, ഏതറ്റം വരെ പോകാൻ കഴിയുമോ അത് ചെയ്യണം. ഗൗരവപൂർവമായി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഉന്നത നേതാക്കളെല്ലാവരും ഒരു നിമിഷം പോലും കളയാതെ നാളിതുവരെ ഏതാണ്ട് 9 ദിവസമായി ഈ കാര്യത്തിൻ്റെ പിന്നിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതിൽ ഇടപെട്ടിട്ടുമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യവുമില്ല. കാരണം പാർട്ടി സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. അത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അവിടുത്തെ അതുപോലെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ അങ്ങേയറ്റം അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. കേരള സംസ്ഥാന നേതൃത്വം എടുത്ത ഒരു തീരുമാനത്തോടും വിയോജിപ്പ് ആരും രേഖപ്പെടുത്തിയിട്ടില്ല. പാർട്ടിയുടെ ഒരു നേതാക്കന്മാരും ഇതേവരെ രേഖപ്പെടുത്തിയിട്ടുമില്ല. ദേശീയ നേതാക്കൾ ആരും രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങേയറ്റം അഭിമാനകരമായ രീതിയിൽ തന്നെയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അത് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമാണ്. അത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെ ആണ്, നിയമവിധേയമായിട്ടാണ്, നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ചെയ്യേണ്ട രീതിയിലുള്ള കീഴ്വഴക്കങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു എന്ന് BJP അവകാശപ്പെടുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ട്വീറ്റുകളെല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. ഇതെങ്ങനെയാണ് ഒരു പൊരുത്തപ്പെട്ടു പോകുക? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതേക്കുറിച്ച് അറിഞ്ഞുകൂടാ, ഞാൻ അതേക്കുറിച്ച് അന്വേഷിക്കാം. പക്ഷേ ഞാൻ പറയുന്ന നിലപാട് കേരള BJPയുടെ നിലപാടാണ്. ഞങ്ങൾ ആ നിലപാട് ദേശീയ നേതൃത്വത്തെ അറിയിച്ചപ്പോഴും ദേശീയ നേതൃത്വവും ഞങ്ങളുടെ നിലപാടിനൊപ്പമാണ് നിന്നിട്ടുള്ളത്.
അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല. നിലവിൽ ജാമ്യം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. കേസ് റദ്ദാക്കണമെന്നൊരു ആവശ്യം കൂടി അവിടെ കിടക്കുന്നുണ്ട്. അതിനോട് എങ്ങനെയായിരിക്കും ഒരു അല്ല, കേസ് അത് നിയമപരമായിട്ടൊരു പ്രശ്നമാണ്. അത് നിയമവിദഗ്ധന്മാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ജാമ്യം കിട്ടുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നാലെ സമയമുണ്ടല്ലോ, ചിന്തിക്കാൻ കഴിയും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനു മുമ്പും ഛത്തീസ്ഗഡിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കന്യാസ്ത്രീകൾക്കെതിരെ, അതുപോലെ തന്നെ ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ ഇതുപോലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. 11.5 മാസത്തോളം ജയിലിൽ കിടന്ന സംഭവമുണ്ട് ക്രൈസ്തവ പുരോഹിതന്മാർ, അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാർ. അന്നൊന്നും ഈ കേസ് പിൻവലിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നതിനെക്കുറിച്ചോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇതുപോലെ ഇടപെട്ടിട്ടുണ്ടോ? അന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് അവിടെ വന്നോ? അല്ല, ഇപ്പോഴെങ്കിലും എത്തിയോ? ഇല്ലല്ലോ. പക്ഷേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മുൻകൈയെടുത്ത് ഡൽഹിയിൽ പോകുന്നു, ഛത്തീസ്ഗഡിൽ പോകുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അങ്ങനെ ചെയ്തിരിക്കുന്നു? ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായ സന്ദർഭത്തിൽ കോൺഗ്രസ് അത് ചെയ്തില്ലല്ലോ. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ എന്താ ചെയ്തിരുന്നത്? ഒരു കോൺഗ്രസ് നേതാവും ഈ VD സതീശൻ ആരെങ്കിലും ഇതിനു മുമ്പ് 11.5 മാസം ജയിലിൽ കിടന്നപ്പോൾ അവരെ കാണാൻ പോയോ? അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ആർക്കും ഇന്നേ വരെ സ്വീകരിക്കാൻ കഴിയാതിരുന്ന രീതിയിൽ വളരെ ബലവത്തായ, യാതൊരു വിധത്തിലുള്ള സംശയങ്ങൾക്കും ഇട നൽകാത്ത വിധം, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടി കൈവരിച്ച നേട്ടങ്ങൾ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. രാജ്യം ഭരിക്കുന്ന BJPക്ക് അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ നിലപാടാണ് എന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് പരിശോധിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. ഇപ്പോൾ കേരള നേതൃത്വമല്ലോ അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. അത് ദേശീയ നേതൃത്വം പരിശോധിച്ചുകൊള്ളും, അതവർ നോക്കിക്കൊള്ളും. എന്നെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന നേതൃത്വം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ദേശീയ നേതൃത്വത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ഡൽഹിയിൽ തന്നെ താമസിച്ച് ഇവരെ എല്ലാവരെയും, ഓൾ ഇന്ത്യ പ്രസിഡന്റിനെയും കണ്ടിട്ടുണ്ട്, പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടുണ്ട്. അവരോടെല്ലാം സംസാരിച്ചതിനും ആലോചിച്ചതിനും ഒക്കെ ശേഷം തന്നെയാണ് അദ്ദേഹം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അക്കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. ഇപ്പോൾ ജാമ്യം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. കേസും ചുമത്തിയ കുറ്റങ്ങളെല്ലാം തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെയാണല്ലോ സാധാരണ കേസുകൾ. ആദ്യം ജാമ്യം ലഭിക്കും, പിന്നെ അതിൻ്റെ ശരിയും തെറ്റുകളെക്കുറിച്ചുള്ള പ്രതിവാദങ്ങൾ നടക്കും, കേസിൻ്റെ വഴിക്ക് നടക്കും. അങ്ങനെയാണല്ലോ ഇതിനു മുമ്പ് നടന്നത്. ഞാൻ ചോദിക്കുന്ന 2 കന്യാസ്ത്രീമാർ തൃശ്ശൂരും ഈ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് അറസ്റ്റിലായില്ലേ? പിണറായി പോലീസല്ലേ കേസെടുത്തത്? പിണറായി പോലീസ് കേസെടുത്തില്ലേ? എന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ ആ കന്യാസ്ത്രീകളുടെ കാര്യം പറയാൻ. അന്നാരും ഉണ്ടായിരുന്നില്ലല്ലോ. ജയിലിൽ അത് ജാമ്യം എടുത്തില്ലേ? ജാമ്യം കിട്ടി എന്നുള്ളതുകൊണ്ട് ഇവിടെയും ജാമ്യം കിട്ടി. അത് ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ? അതിപ്പോൾ ഗവൺമെൻറ് അല്ലല്ലോ തീരുമാനിക്കുന്നത്, അത് കോടതിയല്ലേ തീരുമാനിക്കുന്നത്. കോടതി, ഞാൻ ചോദിക്കുന്ന കേസെടുത്തല്ലോ. ഇത്രയും നാളും കേസ് എടുത്തില്ലേ? കേസ് നടത്തിയിട്ട് എന്ത് നീതി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? അവിടെയും പ്രോസിക്യൂഷൻ കന്യാസ്ത്രീകൾക്കെതിരായിട്ടല്ലേ സംസാരിച്ചത്? കേരള ഗവൺമെൻറ് പ്രോസിക്യൂഷൻ ശക്തമായ ഭാഷയിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് തൃശ്ശൂർ വാദിച്ച സംഭവം നമ്മുടെ മുന്നിലുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, വളരെ ആത്മാർത്ഥമായി, സത്യസന്ധമായി, ഗൗരവത്തോടുകൂടി ഈ കേസിൽ ഇടപെട്ടത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അക്കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. ഈ ക്രൈസ്തവ സമൂഹത്തോട് അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ഹൃദയബന്ധവും സ്ഥാപിച്ച് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതേവരെ കഴിഞ്ഞിട്ടുള്ളത്. ആ ബന്ധങ്ങളിലൊന്നും യാതൊരുവിധ കോട്ടവും ഇതേവരെ സംഭവിച്ചിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ ഇനി BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കില്ല എന്ന് അത് ഞാനെങ്ങനെ ഉറപ്പ് വരുന്നു? ആവർത്തിക്കില്ല. ഇതൊരു സംഭവം നടന്നു, ഒരു പരാതി ഉണ്ടായി, സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പരിശോധിക്കാനാണ് കോടതിയുള്ളത്. നീതിന്യായ പീഠങ്ങൾ അതിനുള്ളതാണ്. അതവർക്ക് വിട്ടുകൊടുക്കുക. കേസ് നടക്കുകയാണ്. ഒരു തെറ്റായ പ്രശ്നങ്ങളും ഒരിടത്തും ഉണ്ടാകരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. ആർക്കും നീതി നിഷേധിക്കാൻ പാടില്ല. പ്രവർത്തന സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ കന്യാസ്ത്രീമാർ ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്നാണ് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഈ ഒരു പർട്ടിക്കുലർ കേസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ബാക്കി ആർക്കെങ്കിലും അക്കാര്യത്തിൽ പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എനിക്കില്ലല്ലോ. ആർക്കെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പരാതി കൊടുക്കാൻ സാധിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ് ഈ ഭാരതത്തിലുള്ളത്. അതിനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. മതപ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ മതസ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ആ മതസ്വാതന്ത്ര്യത്തെ ധ്വംസിക്കുന്ന നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനും പരാതി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ സ്വാതന്ത്ര്യവും ഉള്ള ഒരു രാജ്യമാണ് ഭാരതം. അതുകൊണ്ടാണല്ലോ മതേതരത്വം ഇവിടെ നിലനിൽക്കുന്നത്. ഈ ജാമ്യം ലഭിച്ചാലടക്കം BJPയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത്രയും നാളുകളായിട്ട് ശ്രമം നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. അതെന്താ സംശയം? പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിച്ചു, അതിനുവേണ്ടി തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ട് സംസാരിച്ചു, അതിന് തന്നെയാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയെ പോയി കണ്ടതും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടതുമാണ്.
പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാവരും ആഭ്യന്തരമന്ത്രി ഛത്തീസ്ഗഡിൽ പോയി ആഭ്യന്തരമന്ത്രിയെ കാണേണ്ടതിന് പകരം അവർ പോയി ജയിലിലാണ്, ബഹളം ഉണ്ടാക്കാനാണ്. മുഖ്യമന്ത്രി നേരി കണ്ടെത്തും. ഇല്ല, ബഹളം വെച്ചതിന് ശേഷമാണ്. കണ്ടിട്ടില്ല. എവിടെ വെച്ച് കണ്ടു? ഡൽഹി വെച്ച് കണ്ടു. അല്ല, മുഖ്യമന്ത്രി അവിടെ വെച്ച് ഇല്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണാനായിട്ട് അവർ അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചിട്ട് ആഭ്യന്തരം കാണാമെന്ന് പറഞ്ഞിട്ടും കാണാതെ നേരെ പോയ ജയിലിലേക്കാണ്. അല്ല, അതൊക്കെ വേട്ടെ, ഇനി വരും കാലങ്ങളിൽ പലതും ഈ അണിയറ പ്രവർത്തനങ്ങൾ എന്തൊക്കെ നടന്നു, അണ്ടർ കറണ്ടുകൾ എന്തൊക്കെയാണ്, സ്ക്രീനിന് പിന്നിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇനി അറിയാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇനിയോട്ടുള്ള ദിവസങ്ങൾ. CBC അൽബുമെമ്പ് പറയുകയുണ്ടായി, ഇതിനു മുൻപും ഈ സംഭവങ്ങളെ കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അപ്പോൾ ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെങ്കിലും അത് നിയന്ത്രിക്കാൻ ഒരു നടപടി ആവശ്യം. അല്ലോ, ഞാൻ പറയില്ലേ, തൃശ്ശൂരിൽ സംഭവം ഉണ്ടായി, ഒരാൾ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് FIR ഇടുന്നു. ഇങ്ങനെയുള്ള സംഭവം അതിൻ്റെ ശരിയും തെറ്റും നിർണ്ണയിക്കേണ്ടത് ആരാണ്? കോടതിയിലാണ്. അത് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണുള്ളത്. ഒരു സ്വതന്ത്ര നീതിന്യായ പീഠം ഉണ്ട്. അതിൽ വിശ്വാസം അർപ്പിക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ. എല്ലായിടത്തും ഈ തൃശ്ശൂർ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ എത്രയോ സംഭവമാണ്. ഇതിനു മുമ്പ് ഉണ്ടായ സന്ദർഭങ്ങളിലൊന്നും ഈ പറയുന്ന CPM-കാരോ കോൺഗ്രസ്സുകാരോ ഒന്നും ബഹളം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഈ കാര്യത്തിൽ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇത്രയധികം ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഗൗരവത്തോടു കൂടി ഈ കാര്യത്തിൽ ഇടപെട്ട് അദ്ദേഹം ഛത്തീസ്ഗഡിൽ ഇപ്പോഴുണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ട്. ഇത്രയധികം ഗൗരവമായിട്ടും വളരെയധികം പ്രാധാന്യം നൽകിയും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഇടപെട്ടത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ.